ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ ഷോൾ ഉപയോഗിച്ചിട്ട് ഒരു സ്കർട്ട് സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ അതിന് ഞാൻ ഇവിടെ എൻ്റെ ഒരു പഴയ ഹാഫ് സാരിയുടെ ഷോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 2.5 മീറ്ററാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് സ്കർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം മെഷർമെൻറ്റ്സൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ മേൽഭാഗം, അതായത് വേണ്ടാത്ത ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ സ്കർട്ടിൻ്റെ മേൽഭാഗത്ത് വെച്ച് അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ദെൻ നമുക്ക് ഇത് രണ്ടായിട്ട് മടക്കിയത് ഇതുപോലെ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനുമായിട്ട്. അതിന് ശേഷം ഒരു പാർട്ട് എടുത്തിട്ട് ഇതുപോലെ പ്ലീറ്റ് സ്റ്റിച്ചിങ്ങിനായിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അതായത് ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതുപോലൊന്ന് പിൻ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിട്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോ പ്ലീറ്റും എടുത്തിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ മെഷർമെൻറ്റ്സ് ഒന്ന് നോക്കി ഹിപ്പിൻ്റെ ശേഷം എൻ്റെ മെഷർമെൻറ്റ്സിനനുസരിച്ചിട്ട് ആണ് ഞാൻ പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേൽഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് പാർട്ടിലും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സ്കർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ദെൻ അതിന് ശേഷം നമുക്ക് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്തിട്ടിട്ട് അതിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ ലൈനിങ് വെച്ചിട്ടില്ല. ലൈനിങ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് മേൽഭാഗത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഫാബ്രിക്. ഫസ്റ്റ് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം ഈ ഒരു തുണി നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഹോളിലാണ് നമ്മൾ ചരട് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്